ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കായിയെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നു. സക്കായി ചുങ്കക്കാരനും ഉയരം കുറഞ്ഞവനും ധനവാനുമായ ഒരു മനുഷ്യനായിരുന്നു. ചുങ്കക്കാരനായതുകൊണ്ട് തന്നെ അവനടുത്തോട്ട് ആരും സംസാരിക്കാനോ സ്നേഹത്തോടെ ഇടപെടുകയോ ചെയ്തിരുന്നില്ല. എങ്കിലും യേശുവിനെ കാണണമെന്ന് സക്കായിക്ക് വളരെ ആഗ്രഹം തോന്നി. അങ്ങനെ യേശു വരുന്ന വഴിയിൽ അവൻ യേശുവിനെ കാത്ത് അവിടെ നിന്നു. പുരുഷാര നിമിത്തം യേശുവിനെ തനിക്ക് കാണാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അവൻ അതിനു മുമ്പേ ഓടിയിട്ട് ഒരു കാട്ടത്തിയന്മേൽ കയറി ഇരുന്നു. യേശു നടന്ന് കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കി, സക്കായെ, നീ വേഗത്തിൽ ഇറങ്ങി വരിക, നിന്നോട് കൂടെ എനിക്കിന്ന് പാർക്കേണ്ടതാകുന്നു, നിന്റെ വീട്ടിൽ എനിക്ക് പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. സക്കായി അത്ഭുതപ്പെട്ടു പോയി. ഒന്ന്, താൻ മറഞ്ഞിരുന്ന സ്ഥലത്തെ യേശു കണ്ടു. രണ്ട്, അവൻ്റെ പേര് അവനെ വിളിച്ചു. പല സ്ഥലങ്ങളിലായിരുന്ന വിവിധ സാഹചര്യങ്ങളിൽ മറഞ്ഞിരുന്ന എന്നെയും നിങ്ങളെയും പേരു ചൊല്ലി വിളിച്ച് ദൈവ പൈതലാക്കിയ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യത്തിൽ നഥനയേലിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പോസ് ചെന്ന് നഥനയേലിനോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ട് നഥനയേലിനെയും കൂട്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നഥനയേലിനെ കണ്ട യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമൊന്നുമില്ല. ഇത് കേട്ടിട്ട് നഥനയേൽ ചോദിച്ചു, യേശുവേ, നിനക്ക് എന്നെ എവിടെ വെച്ചറിയാം? യേശു പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ അത്തിയുടെ കീഴിൽ നീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യേശുവിൻ്റെ മുഖത്തേക്ക് നഥനയേൽ നോക്കിയിട്ട് പറഞ്ഞു, യേശുവേ, നീ ദൈവപുത്രനാകുന്നു, നീ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എന്ന് പറഞ്ഞു. അതെ, ഇസ്രായേലിൻ്റെ രാജാവ് മാത്രമല്ല, അവൻ രാജാതി രാജാവാണ്. അവൻ സാക്ഷാൽ ദൈവമാണ്. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ മഹാദൈവമത്രേ. ദാവീദ് പറയുന്നൊരു വാക്കുണ്ട്, ദൈവമേ, നിന്നെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ഞാൻ നടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഞാൻ നിരൂപിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ വാക്കും എൻ്റെ വഴികളും അറിയാവുന്ന മഹാദൈവമേ, നിൻ്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടെ പോയി ഒളിക്കും? തിരുസന്നിധി വിട്ട് ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെ നീയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും നിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ചെന്ന് പാർത്താലും അവിടെയും നിൻ്റെ കരം എന്നെ പിടിക്കും. നിൻ്റെ കണ്ണിൽ ഒന്നും മറവല്ല, ഇരുട്ടുപോലും നിൻ്റെ കണ്ണിന് മറവല്ല. അവൻ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും വാഴുന്നവനും അത്രേ. അതുകൊണ്ട് സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന യേശു കർത്താവിന് അത്തിയുടെ കീഴിൽ ഇരിക്കുന്ന നഥനയേലിനെയും അത്തിയുടെ മുകളിൽ ഇരിക്കുന്ന മറഞ്ഞിരിക്കുന്ന സക്കായെയും കാണുവാൻ അവന് പ്രയാസമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിവിധ സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ യേശുവിനെ കാണാൻ കഴിയാത്തവണ്ണം മറഞ്ഞിരിക്കുകയാണോ? ഇന്ന് പകലിൽ നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അകത്ത വേദനകൾ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ നിലവുകളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ അകത്തെ ആന്തരിക അവയവങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ വേദനകളെ അറിയുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ കാണുന്നൊരു ദൈവമുണ്ട്. ആ കണ്ണുനീരിനകത്ത് വ്യാപരിക്കുന്ന വേദനയുടെ ആഴത്തെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ ദിവസം നീ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമെങ്കിൽ നിന്റെ ജീവിതം മധുരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരും. യേശു പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ ചെന്നിട്ട് അവനോട് കൂടെ ഞാൻ അത്താഴം കഴിക്കും. മാധുര്യമേറിയ ഒരു ജീവിതം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കർത്താവിനോട് കൂടെ നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുക. നിങ്ങളുടെ ജീവിതം മാധുര്യമായി മാറും. നിങ്ങളുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. യേശുവിനോട് കൂടെ സക്കായി നടക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, എൻ്റെ വസ്തുവിൻ്റെ പകുതി വിറ്റ് ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കാം. ഞാൻ വല്ലതും കളവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടി കൊടുക്കാമെന്ന് സക്കായി യേശുവിനോട് പറയുമ്പോൾ, ഇവനും അബ്രഹാമിൻ്റെ മകനായിരിക്കാൻ ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറയുകയാണ്. യേശു അവനോട് കളവായി വാങ്ങിയെന്നോ അവൻ ചതിച്ചു വാങ്ങിയെന്നോ അല്ലെങ്കിൽ നീ അത് കൊടുക്കണമെന്നോ ഒന്നും പറഞ്ഞില്ല. യേശുവിനോട് കൂടെ നടക്കുമ്പോൾ തന്നെ ആ സക്കായിക്ക് അവൻ്റെ ഹൃദയത്തിനകത്ത് അതെല്ലാം തെറ്റാണെന്ന് തോന്നി. ഏറ്റവും വലിയ ഒരു ഭാഗ്യം, ഏറ്റവും വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത്, യേശുവിനോട് കൂടെ ആരെങ്കിലും നടന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ യേശുവിനോട് കൂടെ നടക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം വന്നു ചേരും. എന്തെല്ലാം ആവശ്യമില്ലാത്തതാണോ അതെല്ലാം അവനെ വിട്ടുപോകും. ദുശ്ശീലങ്ങൾ അവനെ വിട്ടുപോകും.
എല്ലാ പാപ അവസ്ഥകളും അവന് വിട്ടുപോകും. മാറാ രോഗങ്ങൾ അവന് വിട്ടുപോകും. അവൻ്റെ അകത്ത് ദൈവസ്നേഹം നിറയുവാനിട്ടിടയായിത്തീരും. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്നത് സഹോദരങ്ങളെ, യേശുവിനോടൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയാതിരിക്കുന്നത് നിങ്ങളുടെ ദുശ്ശീലങ്ങളാണ്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതിരിക്കുന്നത്, യേശുവിനെ സ്നേഹിക്കാൻ കഴിയാതിരിക്കുന്നത് നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള ബലഹീനതകളാണോ, ദുശ്ശീലങ്ങളാണോ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും പാപ അവസ്ഥകളാണോ? ഇന്ന് പകലിൽ നിങ്ങളുടെ പാപ അവസ്ഥയോ നിങ്ങളുടെ അയോഗ്യതയോ കണക്കിലെടുക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് യേശു ക്രിസ്തു. അവനോടൊപ്പം ചേർന്ന് നടക്കാമെങ്കിൽ നിങ്ങളെ അതെല്ലാം വിട്ടുപോകും. നിങ്ങൾ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യമുണ്ടാകും. നമുക്ക് ദൈവസന്നിധിയിൽ ഉറപ്പിച്ച് ഇങ്ങനെ പറയാം, യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ നിമിഷങ്ങൾ, ഏറ്റവും വലിയ സ്വർഗീയമായ നിമിഷങ്ങൾ. അതുകൊണ്ട് ആ നല്ല അവസ്ഥയിലേക്ക്, നല്ല ഒരു കുടുംബത്തിലേക്ക്, നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് ഒരുമിച്ച് നമ്മൾക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന നല്ല കർത്താവ്, ഞങ്ങൾ കേട്ട ഈ സന്ദേശത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, യേശുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ കഴിയാതെ, യേശുവിനോടൊപ്പമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കഴിയാതെ, ആഗ്രഹമുണ്ടായിട്ടും അതിന് സാധിക്കാതിരിക്കുന്ന പല സഹോദരങ്ങളുമുണ്ട്. ദുശീലങ്ങൾ അടിമപ്പെട്ടവർ, മദ്യപാനത്തിലുള്ളവർ, മറ്റ് പാപ അവസ്ഥയിലുള്ളവർ, ബലഹീനതയുള്ളവർ. കർത്താവെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ആ ബലഹീനതകൾ, ആ ദുശീലങ്ങൾ, മദ്യപാനത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ഇന്ന് നസ്രായനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ. അവർക്ക് മാധുര്യമായൊരു ജീവിതം ഇന്നു മുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.